പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഈ വർഷം മുതൽ ഡിഗ്രി കോഴ്സുകൾ 4 വർഷ ഡിഗ്രി കോഴ്സുകളായി മാറുകയാണ്. അപ്പോൾ കഴിഞ്ഞ സിസ്റ്റത്തിൽ നിന്നും ഇതിലൊരു മാറ്റമുണ്ട്. കേരളത്തിൽ ഉള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലെ ചില കോഴ്സുകളെല്ലാം 4 വർഷ ഡിഗ്രി കോഴ്സുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റത്തിലുള്ള മാറ്റം വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും അത് മനസ്സിലാക്കി കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തുടക്കം കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പാത്വേകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. എന്താണ് ക്രെഡിറ്റ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയി നോക്കാവുന്നതാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ ചിലവഴിക്കേണ്ട സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് രൂപീകരിക്കുന്നത്. ഒരു സെമസ്റ്ററിൽ 90 വർക്കിംഗ് ഡേയ്സ്, 18 ആഴ്ചകളിലായിട്ട് 90 വർക്കിംഗ് ഡേയ്സ് ആണുള്ളത്. അതിൽ 15 ആഴ്ച പഠനത്തിനും 3 ആഴ്ച പരീക്ഷയ്ക്കുമായിട്ടാണ് ഉള്ളത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഓരോ വിഷയത്തിനും ഇത്ര ക്രെഡിറ്റ് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് ഹവറുകൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു വിദ്യാർത്ഥി 3 വർഷം ഡിഗ്രി പൂർത്തീകരിക്കുന്നത് 133 ക്രെഡിറ്റ് വിവിധ സബ്ജക്റ്റുകളായിട്ട് ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് ഉണ്ടാവും. 133 ക്രെഡിറ്റും ഹോണേഴ്സ് 4 വർഷത്തിൻ്റെ ഡിഗ്രിക്ക് 177 ക്രെഡിറ്റുമാണ് പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഒരു വിദ്യാർത്ഥി തിയറി പേപ്പറുകൾക്ക് 45 ക്രെഡിറ്റ് വേണം. 45 അവർ 45 അവറിൽ 15 അവറെ ക്ലാസ് റൂം, മറ്റ് 30 അവർ സ്വയം ആയിട്ടുള്ള പഠനത്തിനുള്ളതാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റ്, അപ്പോൾ 4 ക്രെഡിറ്റിൻ്റെ ഒരു സബ്ജക്റ്റിന് ഒരു സെമസ്റ്ററിൽ 60 അവർ ഉണ്ടാവും. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പ്രാക്ടിക്കൽ ആണെങ്കിൽ ഒരു ക്രെഡിറ്റ് കിട്ടാൻ 30 ഹവറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളൊക്കെ. ഇതിനൊക്കെ 3 ക്രെഡിറ്റാണ് ഉണ്ടാവുക. എന്നാൽ മേജർ മൈനർ കോഴ്സുകൾക്ക് 4 ക്രെഡിറ്റാണ് ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ്, എന്താണ് മേജർ മൈനർ കോഴ്സുകൾ എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ മേജർ മൈനറിന് 4 ക്രെഡിറ്റ്. അപ്പോൾ 4 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആഴ്ചയിൽ 4 അവറാണ് ക്ലാസ് ഉണ്ടാവുക. 3 ക്രെഡിറ്റിൻ്റെ കോഴ്സിന് 3 അവറാണ് ക്ലാസ് ഉണ്ടാവുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 ക്രെഡിറ്റിൻ്റെ കോഴ്സ് ഒരു സെമസ്റ്ററിൽ 60 അവറാണ് ആ സബ്ജക്റ്റ് പഠിപ്പിക്കാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇതുപോലെ ഓരോ ക്രെഡിറ്റ് പറയുന്നുണ്ട്. ഈ ക്രെഡിറ്റുകളെല്ലാം കൂട്ടിയിട്ട് 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് ആയാൽ നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി പൂർത്തീകരിച്ചു. 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റ് ആയാൽ നിങ്ങൾ ഹോണേഴ്സ് ഡിഗ്രി പൂർത്തീകരിച്ചു. ഇത് നിങ്ങളുടെ സിലബസിൽ ഓരോ സബ്ജക്റ്റിനുള്ള ക്രെഡിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, അത് നിങ്ങളുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന കോഴ്സിന് ഇത്രയാണ് ക്രെഡിറ്റ്. ആ സബ്ജക്റ്റ് നിങ്ങൾ പാസ്സാകുന്നതോടുകൂടി നിങ്ങൾ അത്ര ക്രെഡിറ്റ് അക്വയർ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വിവിധ സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾ അക്വയർ ചെയ്യുന്ന ഇതിൻ്റെ ടോട്ടൽ 133 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രി കിട്ടി. 177 ആയാലും ഓണേഴ്സ് ഡിഗ്രി കിട്ടി. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.